അപ്പം നല്ല പടങ്ങൾ കൊടുത്ത ഓഡിയൻസ് രണ്ട് കൈ നീട്ടിയും സ്വീകരിക്കും എന്ന് ഉറപ്പായി. മനസ്സിലായി. പ്രേമലു, പ്രമയുഗം, മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇത്രയും പടങ്ങൾ ഇറങ്ങിയപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തും എല്ലാം കൂടി ആയപ്പോഴേക്കും എല്ലാ പടത്തിനും ആൾക്കാർ കയറി ഹൗസ്ഫുള്ളായിരുന്നു. എല്ലാവരും നല്ല ഇത് തൻ്റെ ഇടത്തിൻ്റെ പുറത്ത് തൻ്റെ ഇടം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല ചായ എടുത്ത് ഒഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ലൈഫിൽ കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാതെ പരിങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്നാണ്. അതൊരിക്കലും നമ്മൾക്ക് പ്രതികരിക്കാൻ വേണ്ടി ഒക്കെ എന്നടുത്ത് ചായ എറിയുന്നതല്ല. അപ്പോൾ അതൊരിക്കലും ചായ എറിയുന്ന ഒരു സംഭവത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതുമല്ല. പല്ലുട്ടി പക്ഷെ ഞാൻ ജസ്റ്റ് 2 ദിവസം ചെറിയ ക്യാരക്ടറാണ് എൻ്റെ അകത്ത്. പിള്ളേരാണ് അത് പൊളിച്ചു വെക്കണം. അപ്പോൾ എനിക്ക് ഇപ്പം എല്ലാ ഇൻ്റർവ്യൂ ഞാൻ ഇതിനെ എടുത്ത് പറയുന്നുണ്ട്. കാരണം അവരുടെ പടമാണത്. അവരത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അഭിനയിച്ചപ്പോൾ അത്രയും അപ്ലിഫ്റ്റ് ആയത് ആ ക്യാരക്ടേഴ്സ്. ഹായ് ഹലോ, സിനിമാ ഭ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് അർജുൻ അശോകൻ ആൻഡ് അനഘ നാരായണൻ. വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. താങ്ക് യു. ഇപ്പം അൻപോട് കൺമണി, ഇപ്പം നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം കൺമണി അൻപോട് പാട്ടായിരിക്കും മനസ്സിലാദ്യം വരിക. അതൊന്ന് റിവേഴ്സ് ചെയ്തിട്ടേക്കാം. അതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ശരിക്കും അൻപോട് കൺമണിക്ക്? അതായിട്ട് കണക്ഷൻ ഇല്ല, പക്ഷെ കഥയായിട്ട് ആ ടൈറ്റിൽ നല്ല കണക്ഷൻ ഉണ്ട്. അത് എങ്ങനെയായിരിക്കും കണക്ട് ആയിരിക്കുന്നത്? കൺമണി നമ്മളിപ്പോ പടത്തിൽ പറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല്, കല്യാണം കഴിഞ്ഞ ഒരു കപ്പിൾസ് ഇപ്പൊ വൈഫിന്റെ പരിപാടിയിലാണ് മേജർലി പരിപാടി പോണത്. കഥ മൊത്തത്തില് ഒരു പെൺകുട്ടി പുതിയ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പെടുന്ന പാടും സൊസൈറ്റി. കല്യാണം കഴിഞ്ഞ 2ാമത്തെ ആഴ്ച തൊട്ട് തുടങ്ങും വിശേഷമായോ. അപ്പം അത് കാരണം ഇപ്പോൾ ഹസ്ബൻഡ്സ് അറിയാണ്ട് തന്നെ ചിലപ്പോൾ കുറേ മൈന്യൂട്ട് ഇഷ്യൂസ് അമ്മായിയമ്മയും വരുമ്പോഴും നമ്മളുണ്ടാവും. കാരണം ഒന്ന് സിങ്കായി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഈ സൊസൈറ്റിയുടെ ഈ സംസാരവും പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ കൺസീവ് ആകാതിരിക്കുമ്പോൾ അത് വേറെ രീതിക്ക് ആ പ്രശ്നങ്ങൾ പോവുകയും, അപ്പോൾ ആ രീതിക്കാണ് കഥ പോകുന്നത്. അപ്പം ഇതിൽ ഈ കൺമണി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഭാര്യ കൺമണിയാണ്, അമ്മയും കൺമണിയാണ്. പക്ഷേ ഞങ്ങൾ ഈ 3 പേരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുതിയ ചെറിയ കുട്ടി കൺമണിക്ക് വരാൻ വേണ്ടി. ഈ ടൈറ്റിലൊരു സ്നേഹവും വാത്സല്യവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള അൻപോട് കൺമണി. ഇതില് നമുക്ക് ടീച്ചറിൽ കാണാൻ പറ്റുന്നുണ്ട് ചായയൊക്കെ എടുത്ത് മുഖത്ത് വെച്ചിട്ട് തോന്നുന്നു മുഖമൊക്കെ പൊള്ളിയിരിക്കുന്ന ഒരു ഇത്. അപ്പം അങ്ങനത്തെ ഒരു തൻ്റെടിയായിട്ടുള്ള ഒരു ഭാര്യ കഥാപാത്രമാണ്. ഇത് തൻ്റെ ഇടത്തിന്റെ പുറത്ത് തൻ്റെ ഇടം കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല ചായ എടുത്ത് ഒഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ലൈഫിൽ കുറേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയാതെ പരിങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാണ്. അതൊരിക്കലും നമ്മൾക്ക് പ്രതികരിക്കാൻ വേണ്ടി ഒക്കെ എന്നടുത്ത് ചായ എറിയുന്നതല്ല. അപ്പോൾ അതൊരിക്കലും ചായ എറിയുന്ന ഒരു സംഭവത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതുമല്ല. അങ്ങനെയുള്ള ഒരു രീതിയിൽ അത് എടുക്കരുത്. ഈ ചൊറിച്ചിൽ കൂടി വരുമ്പോൾ നമുക്ക് പ്രഷറിന്റെ പുറത്ത് എന്ത് ചെയ്തു പോകാം. ആ പോയിന്റിൽ ഒരു സിറ്റുവേഷൻ കാരണം ചെയ്തു പോണ സംഭവമാണ് അത്. ഇതില് പറയണ പോലെ തന്നെ ഫുൾ സയൻസ് ആണ്, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. കഥ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നോർമൽ ഓഡിയൻസിലേക്ക് എത്തുമ്പോ? ഒരിക്കലും ഇല്ല. സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെയാണ് പടവും. ഭയങ്കര സിമ്പിൾ. ഒരു ഫാമിലിക്ക് വന്ന് അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന സംഭവം കുറെ സ്ത്രീകൾ പറയാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു സിനിമയിലൂടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വിട്ടുണ്ട്. ഭയങ്കര മാരകമായ ഡിസ്കഷനും സയൻസും മിസ്റ്റിക്കും ഒന്നും അല്ല ഈ പരിപാടി. ചെറിയൊരു സബ്ജക്റ്റ്, പക്ഷെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഒരു ചെറിയ കുടുംബത്തിലൂടെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഈ ഒരു കഥ ഇപ്പം അർജുൻ ഇപ്പൊ ഈ ഒരു കഥ ചൂസ് ചെയ്യാനുണ്ടായ റീസൺ എന്തായിരിക്കും? ബേസിക്കലി ഈ പടം ഷൂട്ട് ചെയ്ത 1 വർഷം മുമ്പാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പടത്തിന് ഷൂട്ട് ഉണ്ടായത്. അപ്പോൾ ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇത് ഒന്നാമത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റാണ്. അനീഷ് ഏട്ടനാണ് റൈറ്ററിൻ്റെ പേര്. അനീഷ് ഏട്ടൻ്റെ ലൈഫിൽ നടന്ന സംഭവമാണ്. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ക്യൂരിയസായിട്ട് ഭയങ്കര, ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസ് നടക്കാറുണ്ടോ എന്ന്. ഇപ്പോൾ അപ്പോഴാണ് പുള്ളി ഡിസ്ക്ലോസ് ചെയ്തത് ഇത് എൻ്റെ ലൈഫിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ എനിക്ക് പിന്നെയും കുറച്ചും കൂടി ഇത് കണക്റ്റായാൽ കൊള്ളാം, ആൾക്കാർ ഇത് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ചെറിയൊരു ഫീൽ എനിക്കുള്ളിൽ വന്നു. അങ്ങനെയാണ് എനിക്ക് ഈ കഥ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ മേജർലി ലിജു ചേട്ടൻ്റെ 2ാമത്തെ പടമാണ് കവി ഉദ്ദേശം എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ചെയ്യുന്ന പടമാണ്. അപ്പോൾ എനിക്ക് ലിജു ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും അനഘ നാരായണൻ്റെ കൂടെ അഭിനയിക്കാനായിട്ടുള്ള
ഒരാഗ്രഹം സഫലമായി. തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ നല്ല ക്യാരക്ടറാണ്, കൂടുതലും പവറായിട്ട് നിൽക്കുന്നത് അനഘയുടെ ക്യാരക്ടറാണ്. ഇപ്പൊ എന്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ അമ്മയുടെ അടുത്തും കാമായിട്ട് നിൽക്കണം, ഭാര്യേനെയും കാമാക്കണം. പക്ഷെ ഒരു പോയിന്റില് എനിക്ക് കൺട്രോൾ വിട്ടുപോകും രണ്ട് സൈഡിൽ നിന്നും. പിന്നെ ഈ സിറ്റുവേഷൻസ് മേളിൽ പറഞ്ഞു പോണത് പടത്തിന്റെ ഒരു പോയിന്റ് തൊട്ട് അനഘ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കൺസീവ് ആകാതാവുന്നതും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരു പെൺകുട്ടി ഒരു വീടിന്റെ അകത്ത് ട്രോമറ്റൈസ് ആയി പോണതും ആ സിറ്റുവേഷൻസ് പറഞ്ഞു പോകുന്ന കാര്യം കൊണ്ട് ഇപ്പൊ എനിക്ക് കൂടുതലും ഇത് ചെയ്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം വന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അനഘയിലേക്ക് എങ്ങനെയായിരുന്നു ഈ കഥ എത്തിയത്? എന്നെ ലിജുവേട്ടനാണ് ഡയറക്ടർ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആദ്യം ഈ സ്റ്റോറിനെ പറ്റി പറഞ്ഞു. അപ്പം ഞാൻ ഓൾറെഡി ഒരു കല്യാണം പരിപാടി ചെയ്തതുകൊണ്ട് എനിക്ക് ആദ്യം ഈ പ്രൊജക്റ്റ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പും കുറച്ച് ചില പ്രൊജക്ട്സ് വന്നപ്പോൾ എനിക്ക് അർജുൻ ചേട്ടൻ്റെ പേര് വന്നായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി, പക്ഷേ ഇത് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ പിന്നെ അതങ്ങ് പോയി. കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ലിജു ചേട്ടൻ വന്ന് ചോദിക്കണത്, അനഘ ഫ്രീ ആണെങ്കിൽ ഇതൊന്ന് കേൾക്കുമോ. അപ്പോൾ ഈ സ്റ്റോറി എൻ്റെ അടുത്ത് നെറേറ്റ് ചെയ്തപ്പോൾ ഓക്കെ, എനിക്കത് കൊള്ളാം, കുറേ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഒരു ഫീമെയിൽ സൈഡ് മാത്രമല്ല, ഇങ്ങനത്തെ കുറേ ഫാമിലിയുടെ ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഭാര്യയുടെയും അമ്മയുടെയും ഇതിൻ്റെ ഒക്കെ ഇടയിൽ നിൽക്കണ ഒരു പാവം പിടിച്ച ഭർത്താവിൻ്റെ കഥയും കൂടി ഇതിൽ പറയുന്നുണ്ട്. രണ്ടുപേരെയും അമ്മേനെയും ഭാര്യേനെയും ഒരുപോലെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾ. അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ മാരീഡ് കപ്പിളിന് അല്ലെങ്കിൽ അവരുടെ ലൈഫ് കാണുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ഒരു ഫാമിലി ഡ്രാമയാണല്ലോ. അപ്പോൾ കുറേ ക്യൂട്ട് മൊമെന്റ്സ് ഉണ്ട്, കുറേ ഡ്രാമ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു അവസരമാണ്. അപ്പം അങ്ങനെ എനിക്ക് ഈ ഒരു സിനിമ ചെയ്യണം തോന്നി. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിത് അറിയുന്നത്, ഇതിൻ്റെ റൈറ്ററിൻ്റെ റിയൽ ലൈഫാണ്. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ കൊള്ളാമല്ലോ, പരിപാടി നൈസായിരിക്കും. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെയും, അർജുൻ ചേട്ടനാണെങ്കിലും മാല ചേച്ചി, നവാസിക്ക, അൽത്താഫിക്കുണ്ട്, മൃദുൽ നായർ, എല്ലാവരും നല്ല അടിപൊളി പരിപാടിയായിരുന്നു. അർജുന് ഇപ്പം ബാക്ക് ടു ബാക്ക് റിലീസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അൻപോട് കൺമണി ഉണ്ട്, ആനന്ദ് ശ്രീബാല, അതിൽ പല്ലുട്ടി ഇപ്പൊ ഇറങ്ങി. ഇപ്പൊ ബാക്ക് ടു ബാക്ക് എനിക്കൊന്നു ഇത്രയും അടുപ്പിച്ചുള്ള റിലീസസ് ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടല്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ചെയ്തു വെച്ചതെല്ലാം ഒരു പല്ലുട്ടി 2.5 വർഷം മുമ്പ് ചെയ്ത പടമാണ്. ഇപ്പൊ അൻപോട് കൺമണി 1 വർഷം മുമ്പ് ചെയ്ത പടമാണ്. ആനന്ദ് ശ്രീബാല 6 മാസം മുമ്പ് ചെയ്ത പടമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ഒരു പ്രോപ്പർ ടൈം സ്ലോട്ട് നോക്കി കിട്ടിയ സമയം ഒരുമിച്ചായി പോയതാണ്. ഇതിന്റെ എല്ലാം കൂടെ ഇപ്പൊ ഈ പ്രൊമോഷൻസും ഇന്റർവ്യൂസും എല്ലാം കൂടെ ഒരു കൊളാപ്സ് ആവുന്നുണ്ടോ? ചെറുതായിട്ടാവുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമുക്കിത് ചെയ്യണമല്ലോ. നമ്മൾ ഏറ്റെടുത്തൊരു പരിപാടി പ്രൊമോഷനും കൂടി ചെയ്യാതിരുന്ന പ്രൊഡ്യൂസർമാരെ നമ്മുടെ ദേഷ്യപ്പെടും. അപ്പൊ കറക്റ്റ്. പക്ഷെ ഇവര് നല്ല ഹാപ്പി ആയിട്ട് സെറ്റ് ചെയ്ത് തന്നു എനിക്ക്. കറക്റ്റ് ഒരു ഗ്യാപ്പ് കിട്ടുന്നവരെയും വെയിറ്റ് ചെയ്ത്. ആക്ച്വലി 8-ാം തീയതി ഇറങ്ങേണ്ട പടം പോസ്റ്റ്പോൺ ചെയ്ത്. അപ്പോൾ ചോദിച്ചപ്പോൾ എൻ്റെ ഡേറ്റ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളും കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നല്ല ഓട്ടം ഓടേണ്ടി വന്നതാണ്. ഇപ്പോൾ ആനന്ദ് ശ്രീബാലയുടെ പ്രൊമോഷൻ ആണെങ്കിലും ഡേ ആൻഡ് നൈറ്റ് ആയിട്ട് ഓടി, അങ്ങനെ കുറച്ച് ടയറിങ് ആയിരുന്നു. അപ്പോൾ അതും ഇതെല്ലാം കൺസിഡറേറ്റ് ചെയ്ത് ഇവരെനിക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ ഹാപ്പി ആയിട്ട് വന്ന് ഇന്റർവ്യൂ. അറ്റ് എ ടൈം ഒരുമിച്ച് റിലീസസ് ഉണ്ടെങ്കിലും എല്ലാം പല പല ജോണേഴ്സിലുള്ള കഥകളാണ്. പല്ലുട്ടി ഒരു കംപ്ലീറ്റ് ഒരു ഫീൽ ഗുഡ് മൂവി. പല്ലുട്ടി പക്ഷെ ഞാൻ ജസ്റ്റ് 2 ദിവസം ചെറിയ ക്യാരക്ടറാണ് എൻ്റെ അകത്ത്. പിള്ളേരാണ് അത് പൊളിച്ചേക്കണം. അപ്പോൾ എനിക്ക് ഇപ്പൊ എല്ലാ ഇന്റർവ്യൂ ഞാൻ ഇതിനും എടുത്ത് പറയുന്നുണ്ട്. കാരണം അവരുടെ പടമാണത്. അവരത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അഭിനയിച്ചപ്പോൾ അത്രയും അപ്ലിഫ്റ്റ് ആയത് ആ ക്യാരക്ടേഴ്സ്. അവര് ആ പൊളി അവിടെ പൊളിച്ചുകൊണ്ടാണ് നമ്മൾ ഏറ്റെടുത്തത്. അവര് പിള്ളേരായിട്ടുള്ള ഒരു കണക്ഷൻ തന്നെ. ഇപ്പം നിങ്ങൾ 3 ആൾക്കാർ കുട്ടികളും അർജുനും കൂടെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, താങ്ക്സ് പറയണമെന്ന് പറയുന്നത്. ഞാൻ അവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ പടം കണ്ടതുകൊണ്ടും ഇവരാ ക്യാരക്ടേഴ്സിൽ കണ്ടപ്പോൾ നമുക്ക് കൂടുതൽ അടുപ്പം തോന്നി. അതുകൊണ്ട് അത്രയും ക്ലോസ് ആയിട്ട് സംസാരിച്ച അവരായിട്ട്. അതുപോലെ ആനന്ദ് ശ്രീബാല ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതെ, ഒരു ത്രില്ലർ. 2024 ശരിക്കും ഫസ്റ്റ് ഹാഫ് ഒരു കുറച്ച് പടങ്ങൾ വന്നു, പോസ്റ്റലർ, ബ്രഹ്മയുഗം. സെക്കൻഡ് ഹാഫിൽ ഇപ്പം ഈ കുറച്ച് സിനിമകളും അതുപോലെ തന്നെ. അപ്പം അതുപോലെ ഇനി അടുപ്പിച്ച് റിലീസസ് ഇനിയും 2025 വരുന്നുണ്ടോ അറിയില്ല. അത് പ്രൊഡ്യൂസർമാരുടെ അടുത്ത് ചോദിക്കണം. കാരണം ഇതേപോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഇത്രയും ടൈം സ്പാനിൽ ചെയ്ത പടങ്ങളാണ്. ഇത്രയും ബ്രേക്ക് ഉണ്ടായി, ഇത്രയും ദിവസം ഗ്യാപ്പ്, ഇത്രയും വർഷങ്ങൾ ഗ്യാപ്പ് ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്നെ പോലത്തെ ഒരു നടന്റെ പടം വരുമ്പോ പ്രോപ്പർ സ്ലോട്ട് വേണമല്ലോ അവർക്ക്. തിയേറ്റർ ലിസ്റ്റ് ആയാലും ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ കൂടെ ഉണ്ടായാൽ ചിലപ്പോൾ റിസ്ക് ഫാക്ടർ ഉണ്ടാവും.
പ്രൊഡ്യൂസർമാർക്ക്. അപ്പം അവർക്ക് ഒത്ത സമയം ചിലപ്പോൾ ഇതാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആനന്ദ് ശ്രീബാല ഇപ്പോൾ 15 നവംബറിൽ ഇറങ്ങാണ്. തൊട്ടും 10 ദിവസം കങ്കുവ ഉണ്ട്. അപ്പം അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്. പിന്നെ മേജറിൽ ഒരു വലിയ ടീമാണത്. ആൻഡോ ചേട്ടൻ, വേണുചേട്ടൻ, അഭിലാഷ് പിള്ളയുടെ റൈറ്റർ, മളയപ്പുറത്തിന് ശേഷം ചെയ്യുന്ന പടമാണ്. അപ്പോൾ പിന്നെ സൈജു ഏട്ടനുണ്ട്, അപർണ, നല്ല കാസ്റ്റും, ധ്യാൻ ചേട്ടൻ, അജു ചേട്ടൻ, അസീസിക്ക, പിന്നെ സംഗീത ചേച്ചി, അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഇത്രയും വൈഡ് കാസ്റ്റും ഉണ്ട്, വലിയ നല്ലൊരു ടീമാണ്. അപ്പോൾ അതും ഒരു പ്രതീക്ഷയുള്ള ഒരു പരിപാടിയാണ് എനിക്ക് മേജർലി. ഒരു വലിയ സിനിമയുടെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സിനിമയുടെ കൂടെ ഒരു മലയാളം സിനിമ ഉള്ളപ്പം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളൊരു. എങ്ങനെ മനസ്സിലായില്ല? സിനിമയ്ക്ക് ആള് ഇപ്പം കങ്കു ഇറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാരുടെ ഫോക്കസ് കൂടുതലും, അതായത് യൂത്ത് കൂടുതലും ആ ഒരു സിനിമയ്ക്ക്, അല്ല മൊത്തത്തിൽ അങ്ങനെ പോകുന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു മലയാളം സിനിമ ഒക്കെ ഉള്ളപ്പോ മലയാളം ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഓഡിയൻസിന്റെ ഫാക്ടർ എന്താന്ന് വെച്ചാൽ, എനിക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഫെബ്രുവരിയിൽ വൻ ബ്രേക്ക് ത്രൂ ആയിരുന്നു ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന്. കാരണം നമ്മളെല്ലാവരും എല്ലാ പടവും കണ്ട് ഇറങ്ങിയ എല്ലാ ഡിഫറെന്റ് ജോണേഴ്സാണ് ഡിഫറെന്റ് കാര്യങ്ങൾ പറഞ്ഞു പോണത്. അപ്പം നല്ല പടങ്ങൾ കൊടുത്ത ഓഡിയൻസ് 2 കൈ നീട്ടിയും സ്വീകരിക്കും എന്ന് ഉറപ്പായി, മനസ്സിലായി. പ്രേമലു, പ്രമയുഗം, മഞ്ഞുമൽ വോയ്സ്, ആവേശം, ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇത്രയും പടങ്ങൾ ഇറങ്ങിയപ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തും എല്ലാം കൂടി ആയപ്പോഴേക്കും എല്ലാ പടത്തിനും ആൾക്കാർ കയറി ഹൗസ്ഫുള്ളായിരുന്നു. എല്ലാവരും നല്ല രീതിക്ക് അവർക്ക് ബ്രേക്ക് ഈവൻ ആകുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഓഡിയൻസ് നല്ല രീതിക്ക് അക്സെപ്റ്റൻസ് ആയി. നല്ല പടമാണെങ്കിൽ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ എല്ലാവരും പടങ്ങളുടെ രീതി മാറ്റി തുടങ്ങി. ഇപ്പോൾ ഞാൻ കഥ കേൾക്കുന്ന, അല്ലെങ്കിൽ ഏത് ആൾക്കാരും കഥ കേൾക്കുകയാണെങ്കിൽ അതിൽ കണ്ടന്റ് വൈസ് നല്ല വാല്യൂ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വിശ്വാസം നല്ല പടമാണെങ്കിൽ കങ്കുവും ആള് കയറും, ഇതിനും ആള് കയറും. അതെ, പടം ഇറങ്ങിയിട്ട് പക്ഷെ സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിലും അഭിനയിച്ച ആക്ടേഴ്സ് നല്ല രീതിക്ക് ആക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് വെറുതെ ഒരാൾക്ക് വന്നിട്ട് വെറുതെ ഒരു സംഭവം പറഞ്ഞു പോയി കഴിഞ്ഞാൽ കഥ മാത്രം നന്നായിട്ട് കാര്യമില്ല. ഇവരെല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് അവര് ഉദ്ദേശിച്ച കഥ ആൾക്കാർ ഓഡിയൻസിലേക്ക് അത് കൺവേ ആയത്. അതെ. ഇനി തിങ്കളാഴ്ച നിശ്ചയത്തിലെ പോലെ ഒരു ക്യാരക്ടറിന് വന്നു കഴിഞ്ഞാൽ ചെയ്യോ? എനിക്കിനി അതുപോലത്തെ ഇല്ല. ഇപ്പൊ ഫസ്റ്റ് ഒളിച്ചോടി, പിന്നെ കല്യാണം ഉറപ്പിക്കുന്നതിലേക്ക് എത്തി, അടുത്ത പടത്തിൽ കല്യാണം കഴിച്ചു, ഈ പടത്തിൽ എന്ന് അറിയില്ല. പടം കണ്ടത് ഇനി അത് വിട്ടു. ഇനി വേറെ ഇനിയിപ്പോ എനിക്ക് നല്ലൊരു കോമഡി, ഒരു ഫൺ ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്കത് ഇപ്പൊ പലരും ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സ് കോമഡി, ഇപ്പൊ കൽപ്പന ശരിക്കും അറയുടെ ഉള്ളിൽ ഭയങ്കര ഒരു ഫൺ ക്യാരക്ടർ ആണ്. ആക്ച്വലി ഭയങ്കര നമ്മളിപ്പോ ഇങ്ങനെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കിഡാണ്. ഭയങ്കര രസമായിട്ട് ഹാൻഡിൽ ചെയ്യും ക്യാരക്ടർക്ക്. അത് നമുക്ക് പേഴ്സണലി പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയണേ. അപ്പൊ അവളുടെ ആഗ്രഹം ഭയങ്കര ഒരു ഹൈപ്പർ അല്ലെങ്കിൽ ഒരു ഫൺ നേച്ചറുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനാണ്. അപ്പൊ അത് ഈസി ആയിട്ട് ഹാൻഡിൽ ആവും നമുക്കറിയാം. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നല്ല ക്യാരക്ടർ. അങ്ങനത്തെ ഓഫേഴ്സ് വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ എന്തായാലും പടത്തില് അതിൽ അങ്ങനെ ഒരു ഫൺ ക്യാരക്ടർ അല്ല, അതൊരു ടിപ്പിക്കൽ സാധാരണ പെൺകുട്ടി അങ്ങനെയുള്ളൂ. തീർച്ചയായും വന്നാൽ എനിക്ക് എല്ലാ മേഖലയും തൊട്ട് പോകണം എന്നുള്ള. കാരണം എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്നത് മാത്രമേ, അങ്ങനെയില്ല. അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അർജുൻ അതുപോലെ ഇനി ചെയ്യണം താല്പര്യമുള്ള, എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ക്യാരക്ടേഴ്സ് ഏതാ? എനിക്ക് ആദ്യം വില്ലൻ ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇനിയുള്ള ഇനി വരുമ്പോ നമുക്ക് ഇനി ആഗ്രഹങ്ങൾ പലതും ഉണ്ട്. പക്ഷെ കഥകൾ അതനുസരിച്ച് വന്നാൽ മാത്രമേ, പ്രോപ്പർ നല്ല അടിപൊളി കഥകൾ കേട്ടോണ്ടിരിക്കുന്നു, വരുമ്പോ അനുസരിച്ച് പിടിക്കാം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ കഥകൾ ചൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അവർ ചെയ്യുന്ന മേക്കിങ്ങിലോട്ട് ഇൻവോൾവ് ആവാനാണോ, അതോ പുതിയ ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും താല്പര്യമുള്ള ആൾ തന്നെയാണോ? ഞാനിപ്പോ കൺഫ്യൂസ്ഡ് ആക്കിയതല്ല, ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ അതാണ് ചിന്തിച്ചോണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൂടെ. അപ്പൊ ഞാൻ ഇനി അത് എന്ത് പറയണം എന്നായി പോയി.
നമ്മൾ ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മുടെ ഗ്രാഫ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇപ്പൊ നിൽക്കുന്ന ഒരു പോയിന്റ് കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പൊ എങ്ങനെയാ അത് പറയാ, രോമാഞ്ചം ചെയ്ത സമയത്ത് എനിക്കത് ഞാൻ കഥ കേട്ട് ചെയ്തതല്ല, പക്ഷെ എന്നാൽ തന്നെയും എന്നെ വിളിച്ചിട്ട് ഞാൻ പോയി ചെയ്ത കഥയാണ്, സിനിമയാണ്. അപ്പൊ രോമാഞ്ചം ജിത്തു ചേട്ടൻ ആവേശം, അപ്പൊ അത് രോമാഞ്ചം ചെയ്യുമ്പോൾ ഡെബ്യൂ പടമായിരുന്നു ജിത്തു ചേട്ടൻ്റെ. അപ്പോൾ നമുക്ക് ഇതേപോലെ ആയിരക്കണക്കിന് ഡയറക്ടേഴ്സ് ഇനി ഉണ്ട് പുറത്ത്, റൈറ്റേഴ്സ് ഉണ്ട് പുറത്ത്. അപ്പൊ നമുക്കത് കേട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇവര് ചെയ്ത വർക്ക് നോക്കി അത് എത്രത്തോളം നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാൻ. ഇപ്പൊ പല്ലൊട്ടി ജിത്തു ചേട്ടന്റെ ആദ്യത്തെ പടമല്ലേ. അപ്പോൾ ഇതുപോലെയാണ്. അപ്പൊ നമ്മൾ കഥ കേൾക്കുമ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, നമ്മുടെ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെബ്യൂ ആണെങ്കിലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണെങ്കിൽ ചെയ്യും. കഥയ്ക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. തീർച്ചയായിട്ടും. കാരണം ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ ഡെബ്യൂ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റർ ആണെങ്കിൽ കഥക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ്. കാരണം വെച്ചാല് നമുക്ക് കഥ ഇഷ്ടപ്പെട്ട് കഥാപാത്രം ഇഷ്ടപ്പെട്ടാൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഏതായാലും. മറ്റേതാണെങ്കിൽ നമുക്ക് ലൈക്ക് കേട്ട് നോക്കി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ആണെങ്കിലും. ഇനി വരാനുള്ള റിലീസസ് ഇനി ഏതൊക്കെയായിരിക്കും? 15th ആനന്ദ് ശ്രീവാല, എന്നോട് കൺമണി ഓഫ് കോഴ്സ്, അത്രേ ഉള്ളൂ. പിന്നെ റൊമാൻസ് ഉണ്ട്, അതൊരു ബ്ലാസ്റ്റ് പടമായിരിക്കണം. എങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും ഓഡിയൻസിന് കിട്ടുക? ചിരിച്ചാവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാത്രമേ ഉള്ളൂ. പൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത പടമാണ് റൊമാൻസ്. ഷൂട്ട് സമയത്ത് അടിപൊളിയായിരുന്നു. അതെ, പറയുമ്പോ ചിരി വരുള്ളൂ. കാരണം അത്രയും പാക്ഡ് ആൾക്കാർ. ഷാജൻ ചേട്ടൻ, സംഗീത്, മാത്യു, മഹിമ, പിന്നെ ശ്യാം, പിന്നെ മിഥുൻ. മഴ കാരണം കുറച്ചാള് ഷൂട്ടിംഗ് ഒക്കെ മുടങ്ങുകയൊക്കെ ചെയ്തില്ലായിരുന്നു. മഴ കാരണം ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യാൻ തന്നു. ഷൂട്ടും മുടങ്ങിയത് മഴ കാരണമല്ല, ചെറിയൊരു ആക്സിഡന്റ് കാരണമാണ്. അത് ഇപ്പം എല്ലാം റിക്കവർ ആയില്ലേ? ആ പടം കഴിഞ്ഞ് പാക്കപ്പ് ആയി. ആക്സിഡന്റ് പിന്നെ എല്ലാരും റിക്കവർ ആയി. കാരണം ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റില്ല, സംഗീതം മാത്രമാണ് സിഗറായിട്ട് കുറച്ച് പറ്റുള്ളൂ. അപ്പൊ അത് റെസ്റ്റ് എടുത്ത് അവൻ റിക്കവർ ആയിട്ട് ബാക്കി ഷൂട്ട് തുടങ്ങി തീർന്ന് അവൻ ഫുൾ പവറാണ്. ഓക്കെയാണ്. സംഗീതം ഞാൻ ആ സമയത്ത് കുറച്ച് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. എടുത്തിട്ട് ഞാൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആകുമായിരിക്കും. ഇപ്പൊ 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളിച്ചപ്പോ ഓക്കെ ആയില്ല, കുറച്ചാളോടെ കുറച്ച് ഓക്കെ. ഇപ്പൊ ഡാൻസ് കളിച്ച് ഫൈറ്റ് ഒക്കെ ചെയ്ത് സെറ്റാണ്. അനഘയുടെ ഇനിയുള്ള പ്രോജക്ട്സ് ഒക്കെ? അർമാദം റിലീസ് ആവാനുണ്ട്. ഞാൻ, പ്രിയ, ഭാവന ചേച്ചി, ഉർവശി ചേച്ചി, മാളവിക, ശ്രീനാഥ് ബാസി, ഇത്രയും ആൾക്കാരുള്ള ഒരു സിനിമ. ഈ ഒരു സിനിമയില് നിങ്ങളുടെ കോമ്പിനേഷൻ സീൻ ആയിരിക്കല്ലോ ഒരുപാട് തന്നെ ഉള്ളത്. ഇപ്പം അർജുൻ നേരത്തെ പറഞ്ഞു ഇങ്ങനത്തെ കുറച്ച് കോമഡി ഒക്കെ കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. പക്ഷെ ഇതിലെ സീൻ അഭിനയിക്കുന്ന രീതി ചിലപ്പോൾ കോമഡി അല്ലായിരിക്കും, പക്ഷെ ഓഡിയൻസിന് അതൊരു ഫണ്ണി മൂഡ് കിട്ടാൻ, ഈ ചായ ഒഴിക്കണ എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് കാണുന്ന ഓഡിയൻസിന് അതൊരു കോമഡി രീതിയിൽ കണക്ട് ആകുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഷൂട്ടിംഗ് ടൈമിൽ ഒരു ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ചോദിച്ചാൽ? ഷൂട്ടിംഗ് ടൈം മൊത്തം നമ്മൾ റിലാക്സ്ഡ് ചില്ല ചെയ്താൽ വെക്കിയത് എല്ലാവരും. കാരണം നവാസ്ക ഉണ്ട്, മൃദുലേട്ടൻ ഉണ്ട്, പിന്നെ അൽത്താഫൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ജോണി ചേട്ടനുണ്ട്. ശരിക്കും ഓരോരോ ആൾക്കാര് വരുമ്പോ നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ ഇവരെല്ലാരും ഇടക്കിടക്ക് വന്നു. ഞങ്ങൾ രണ്ടും മാത്രം ഇങ്ങനെ ഗ്രൂപ്പ് മാറി പോയിക്കൊണ്ടിരിക്കും. കാരണം ഞങ്ങളാണ് ഇവരുടെ അടുത്തേക്ക് പോയി പടത്തിൽ അങ്ങനെയാണ് കഥ പോണത്. പിന്നെ ഭഗത്തേട്ടൻ അപ്പൊ ഭയങ്കര രസമായിരുന്നു. ഇവിടെ കളിയാക്കാൻ മാത്രം നമുക്ക് സമയം കൊടുത്തില്ല. ഇഷ്ടംപോലെ കളിയാക്കിയപ്പോ പിന്നെ അത് കളിയാക്കലായിട്ട് തോന്നില്ലായിരുന്നു. കാര്യം പറയുമ്പോൾ അത് കളിയായിട്ടുള്ള എത്ര നാളുണ്ടായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? 1.5 മാസം ഉണ്ടായില്ലേ? ഡിസംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങി ജാൻ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും കഴിഞ്ഞു. ശരിയല്ലേ? അതെ, അതിന്റെ ഇടയിൽ ഒരു 10 days ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. 5 days. ഓരോ സിനിമയും ഓരോ പൊളിറ്റിക്സ് പറയാറുണ്ടല്ലോ. ഈ സിനിമ പ്രേക്ഷകര് കൺവേ ചെയ്യുന്ന പൊളിറ്റിക്സ് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞത് പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ് ആണ്. അപ്പോൾ അത് എത്രത്തോളം ഇത് അറിയാത്ത ആൾക്കാരേക്ക് എത്തിക്കാൻ പറ്റുമോ, അതാണ് നമ്മൾ ഈ പടത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത്.
ആ ഒരു റിയൽ സ്റ്റോറി എന്തായാലും നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടാവും. റിയൽ സ്റ്റോറി എന്തായാലും നമ്മൾ ഒരു സിനിമാറ്റിക് ലെവലിലോട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിൽ കുറച്ച് എക്സാജറേറ്റ് ചെയ്തും ആയിരിക്കില്ലേ കാണിക്കുന്നത്. ഇതിലും അത് വേണ്ടിയിരുന്നോ? റിയൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു വർഷം നടന്ന സംഭവം, അല്ലെങ്കിൽ 1.5-2 വർഷം അല്ല, ഇത്ര 4 വർഷം നടന്നിട്ടില്ല. 4 വർഷത്തോളം നടന്ന സംഭവമാണ്. അപ്പൊ എന്തായാലും ഒരിക്കലും നമുക്ക് ആ 4 വർഷത്തിൽ നടന്ന സംഭവം 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കാണിക്കാൻ പറ്റില്ലല്ലോ. സിനിമേന്റെ രീതിയിൽ എന്തൊക്കെ മാറ്റം അല്ലെങ്കിൽ എന്തൊക്കെ തിരുത്തലും വരുത്തിയിട്ടുണ്ടാവാം. പിന്നെ എക്സാജറേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഭയങ്കര റിയൽ ആയിട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതില് നമുക്ക് എക്സാജറേഷൻ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇത് സിനിമാറ്റിക് മോഡലിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ചിലപ്പോൾ ടൈലന്റ് മാത്രമായിരിക്കും, അല്ലാണ്ട് അങ്ങനെ എക്സാജറേറ്റ് ചെയ്തിട്ടില്ല. ബാക്കി സോളിഡ് റിയൽ ആണ് പടം മൊത്തം. ഈ റിയൽ സ്റ്റോറി ചെയ്യുമ്പോൾ തന്നെ ആ ഒറിജിനൽ ആയിട്ട് ഇത് ഫേസ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, നിങ്ങളത് അറിയാണ്ടാണ് അഭിനയിച്ചെന്ന് പറഞ്ഞല്ലേ? അല്ല, കഥ കേൾക്കുന്നവരും കേട്ട് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു. ഇവരുടെ അടുത്തു നിന്നുള്ള ഇവരുടെ ഒറിജിനലി ഇവരെങ്ങനെയാണ്, ഇവരുടെ ക്യാരക്ടർ എന്താണ്, ആ ഒരു അഡാപ്റ്റേഷൻ? ഹസ്ബൻഡ് ക്യാരക്ടർ നമ്മുടെ റൈറ്റർ തന്നെയാണ്. അപ്പോൾ അനീഷേട്ടൻ എല്ലാ നമ്മുടെ ഷൂട്ട് ഉണ്ടാവുന്ന എല്ലാ ദിവസവും സെറ്റിൽ ഉണ്ടാവും. അപ്പോൾ അച്ചോട്ടനും എല്ലാവരും ഞാനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ വൈഫിനാകെ ഒരു തവണ കണ്ടിട്ടുള്ളൂ. പക്ഷെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഡീൽ ചെയ്ത് അതൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാനത് അനീഷേട്ടൻ്റെ അടുത്ത് ചോദിക്കും, ഇത് ഓക്കെ ആണോ. പിന്നെ അത് അവിടെ നിന്ന് കേട്ട് പഠിക്കുന്നതിനേക്കാളും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും നോക്കും, ഇത് ഓക്കെ ആണോ, ഇത് ഓക്കെയാണ്, ഇനി വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് സീൻസ് എടുക്കുന്നുണ്ടെങ്കിൽ മുന്നേ ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനത്തെ ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അർജുനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? എനിക്ക് കൂടെ ഉണ്ടായില്ല റീലാള്, അനീഷേട്ടൻ തന്നെയാണ്. അനീഷേട്ടൻ ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവര് ഇത് ബാക്ക് ഡ്രോപ്പിന് തലശ്ശേരിയാണ്. അപ്പൊ ഇവരെല്ലാവരും തലശ്ശേരിക്കാരും പയ്യന്നൂരുകാരും കണ്ണൂരുകാരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായ മൊത്തം ടെക്നീഷ്യൻസ്. അപ്പൊ അവർക്ക് ആ കൾച്ചർ പുതിയ സംഭവമല്ല. അപ്പൊ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത് പുതിയൊരു രീതി. അപ്പൊ എനിക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ അവരുടെ സൈഡിൽ നിന്ന് എല്ലാം പക്കയായിട്ട് ഓരോ സീൻ അല്ലെങ്കിൽ ഓരോ ഷോർട്ട് മുമ്പ് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു പരിപാടി പിടിക്കാനായിട്ട്. സ്ലാങ് ഒഴിച്ച് ബാക്കിയല്ല. സ്ലാങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. തലശ്ശേരി വഴി കൊച്ചിയിലൊക്കെ പോയിട്ടൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇവളൊക്കെ ഉള്ളതുകൊണ്ട് ഓക്കെ. ഇവള് കാഞ്ഞങ്ങാട് വരുത്തിയാണ്. ഇവൾക്ക് ചെറിയ കിണ് മാത്രം ഇടക്കൊന്ന് കട്ട് ചെയ്താൽ ഓക്കെയാണെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു എളുപ്പമായിരുന്നു, ഭയങ്കര ഈസി ആയിരുന്നു, ചില്ലായിരുന്നു. ഞാൻ സെറ്റിൽ കാഞ്ഞങ്ങാട് ഭാഷ അല്ലല്ലോ നീ സംസാരിച്ചത്. മറ്റേ വാളാന്നുരുത്തി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആക്ഷൻ എന്ന് പറയുമ്പോൾ മാത്രമേ ആ ഒരു സ്ലാങ് സംസാരിച്ചിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞ ഷൂട്ടിന്റെ സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന കാര്യ. ഇപ്പം അൻപോട് കൺമണി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഞങ്ങളുടെ സിനിമ കാണണം. അപ്പൊ എല്ലാവരും നമ്മൾ ഇപ്പോൾ കുറേ പറഞ്ഞു സിനിമ എന്താണ്, ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമാണ് ഈ സിനിമ. അപ്പോൾ അത് എന്തായാലും ആൾക്കാർ കാണണം, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ജെനുവിൻ അഭിപ്രായങ്ങൾ അറിയണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു ക്യാരക്ടർ ചെയ്തത് കുറേ ഇമോഷൻസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. എനിക്ക് എല്ലാവരുടെയും ഒരു അഭിപ്രായം അറിയണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പടം റിലീസാകുമ്പോൾ എല്ലാവരും കാണണം തന്നെ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സിനിമ വലിയൊരു വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.